ഞങ്ങളിപ്പം നിങ്ങളെ കാണുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മയക്കുമരുന്ന് ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട് നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ, ഞങ്ങളുടെ സഹപ്രവർത്തകയായ വിൻസി അലോഷ്യസ് നൽകിയ പരാതി, ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ നിങ്ങളെ കാണുന്നത്. നിങ്ങളൊരു പക്ഷേ ഓർക്കുമായിരിക്കാം, കഴിഞ്ഞ മാസം അവസാനം ഞങ്ങൾ 25-ാം തീയതിയാണെന്നാണ് എൻ്റെ ഓർമ്മ, ഫൈൻ ആർട്സ് ഹാളിൽ വെച്ച് ചേർന്ന ഫെഫ്കയുടെ ഒരു വിപുലമായ നേതൃയോഗം, ഫെഫ്കയുടെ 21 യൂണിയനുകളും പങ്കെടുത്ത 21 യൂണിയനുകളുടെയും ഭരണസമിതി അംഗങ്ങൾ പങ്കെടുത്ത വിപുലമായ ഒരു യോഗത്തിൽ വെച്ച് സംസ്ഥാനത്തെ എക്സൈസ് കമ്മീഷണർ ഫെഫ്കയുടെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അത് ഒരു ലഹരി വിരുദ്ധ സ്ക്വാഡ് എല്ലാ ഷൂട്ടിംഗ് ലൊക്കേഷനിലും രൂപീകരിച്ചുകൊണ്ടുള്ളൊരു നടപടിയായിരുന്നു. മയക്കുമരുന്ന് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ ഭീഷണിയായിട്ട് വരുമ്പോൾ പല വിധത്തിലുള്ള ആരോപണങ്ങളും വാർത്തകളും സിനിമാ രംഗത്തെ ചുറ്റിപ്പറ്റി വരുമ്പോൾ ഞങ്ങൾ തൊഴിലെടുക്കുന്ന മേഖല ലഹരി വിമുക്തമാണ് എന്ന് ഉറപ്പ് പൊതുസമൂഹത്തിന് കൊടുക്കേണ്ട ബാധ്യത ഉത്തരവാദിത്തപ്പെട്ട ഒരു തൊഴിലാളി യൂണിയൻ എന്ന നിലയിൽ ഞങ്ങൾക്കുണ്ട്. ആ ഉത്തമ ലക്ഷ്യം മുൻനിർത്തിയാണ് ഞങ്ങൾ അന്ന് എക്സൈസ് കമ്മീഷണർ ഉദ്ഘാടനം ചെയ്ത ഞങ്ങളുടെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ അന്നവിടെ തുടക്കി വെച്ചത്. അതിനുശേഷം വളരെ ഫലപ്രദമായിട്ട് ആ കമ്മിറ്റികൾ എല്ലാ ലൊക്കേഷനിലും ഇപ്പോൾ പ്രവർത്തിക്കുന്നുമുണ്ട്. അതിന് തൊട്ടടുത്ത ദിവസങ്ങളിലാണ് ഈ പരാതി ഉണ്ടാവുന്നത്. അപ്പോൾ എല്ലാ സംഘടനകളെയും ബന്ധപ്പെട്ട കൂട്ടത്തിൽ വിൻസി അലോഷ്യസ് ഫെഫ്കയുമായി ബന്ധപ്പെട്ടിരുന്നു, ടെലിഫോണിലൂടെ സംസാരിച്ചിരുന്നു ഞാനുമായി. അപ്പോൾ അവരന്ന് പറഞ്ഞ ഒരു കാര്യം, അവർ ആരോപണം ഉന്നയിക്കുന്നത് ആർക്കെതിരെയാണോ അയാളുടെ പേര്, ഏത് സിനിമയിൽ വർക്ക് ചെയ്യുമ്പോഴാണോ അതുണ്ടായത് ആ സിനിമയുടെ പേര് തുടങ്ങിയ കാര്യങ്ങൾ ഒരു തരത്തിലും പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ വരരുത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത്, ഇതിൻ്റെ നിയമാനുസൃത നടപടി എന്ന് പറയുന്നത് ആ സിനിമയുടെ IC-യിൽ പരാതി കൊടുക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾ ചെയ്യൂ. ഞങ്ങൾക്ക് ഏതായാലും നിങ്ങൾ ഒരു റിട്ടേൺ കംപ്ലയിൻറ്റ് തരേണ്ടതില്ല. നിങ്ങൾ IC-യിൽ പരാതി കൊടുത്താൽ IC അത് അവധാനതയോടുകൂടി കൈകാര്യം ചെയ്യും എന്നുള്ള ഉറപ്പാണ് നമ്മൾ കൊടുത്തത്. അതിനുശേഷം അവർ IC-യിൽ പരാതി കൊടുക്കുന്നുണ്ട്, നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് പരാതി കൊടുത്തു, അമ്മയ്ക്ക് പരാതി കൊടുത്തു, ഫിലിം ചേംബറിൽ പരാതി കൊടുത്തു. ആ പ്രോസസ്സ് നടന്ന് ഇന്നലെ ആയിരുന്നു അതിൻ്റെ IC. ആ IC-യുടെ റിപ്പോർട്ട് ഇതുവരെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ടിട്ടില്ല. ഞങ്ങൾ മനസ്സിലാക്കുന്നത് പൂർണ്ണമായും നിയമാനുസൃതമായ നടപടി എന്ന് പറയുന്നത് ഒരു IC റിപ്പോർട്ട് കൊടുക്കേണ്ടത് ആ പടത്തിൻ്റെ നിർമ്മാതാവിനാണ്. ആ നിർമ്മാതാവ് തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് ആ നിർമ്മാതാവാണ്. പക്ഷേ സിനിമ എന്നുള്ളത് ഒരു സിനിമയ്ക്ക് ഒരു നിർമ്മാതാവ് എന്നുള്ളതുകൊണ്ട് നിർമ്മാതാവ് അത് നിർമ്മാതാക്കളുടെ അസോസിയേഷന് കൈമാറും, അവരാണ് തുടർ നടപടി സ്വീകരിക്കേണ്ടത്. പക്ഷെ ഞങ്ങൾ ഇന്നലെ അമ്മയുടെ പ്രതിനിധികളുമായിട്ട് സംസാരിച്ചു. അവരെ ഞങ്ങൾ ക്ഷണിച്ച് ഞങ്ങളുടെ ഓഫീസിലായിരുന്നു കൂടിക്കാഴ്ച. അമ്മയുടെ പ്രതിനിധികളായിട്ട് ഞങ്ങളുടെ ഒപ്പം ചർച്ചയിൽ പങ്കെടുത്തത് സരയു, അൻസിബ, വിനു മോഹൻ എന്നിവരായിരുന്നു. ഫോണിലൂടെ ഞങ്ങൾ ശ്രീ മോഹൻലാലുമായിട്ട് സംസാരിച്ചു, ശ്രീ ജയൻ ചേർത്തലയായിട്ടും സംസാരിച്ചു. അപ്പം ഞങ്ങൾ അവരോട് അറിയിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഇത്തരത്തിൽ സിനിമാ പ്രവർത്തനമായിട്ട് മുമ്പോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. ലഹരി വിരുദ്ധ ക്യാമ്പയിനും നമ്മളുടെ തൊഴിലിടം ലഹരി മുക്തമാണ് എന്ന് ഉറപ്പുവരുത്തുന്ന വളരെ ദൃഢമായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തുന്നതിനിടയിൽ ഇങ്ങനെയുള്ള പെരുമാറ്റം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള രീതികൾ അമ്മയുടെ അംഗങ്ങൾ
സ്വീകരിച്ചാൽ ഞങ്ങൾക്ക് അതിനോട് പൊരുത്തപ്പെട്ടു പോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് ഞങ്ങൾ അറിയിച്ചു അവർ. ഇത് ഞങ്ങളുടെ അംഗങ്ങൾക്കും ബാധകമാണ് കേട്ടോ. ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മേക്കപ്പ് മാൻ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, RJ വയനാട്, അയാളെ ലഹരിയുമായി അയാളെ പിടിക്കപ്പെട്ടപ്പോൾ ആ ദിവസം തന്നെ അയാളെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു, തൊഴിലിടത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുക. അദ്ദേഹം വർക്ക് ചെയ്ത സിനിമ ഇപ്പോൾ പുനരാരംഭിച്ചിട്ടുണ്ട് കോതമംഗലത്ത്, അല്ലേ, ടിക്കി ടാക്ക. അതിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അത്തരത്തിൽ വളരെ കർശനമായ നടപടികൾ ഞങ്ങളുടെ അംഗങ്ങൾക്ക് എതിരെ സ്വീകരിക്കുമ്പോൾ ഇങ്ങനൊരു ആക്ടറിൽ നിന്ന് ഇതുണ്ടാകുന്നത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞാൻ നിങ്ങളെ കാണുമ്പോൾ തൊട്ട് മുമ്പ് ഞങ്ങൾ ഷൈൻ ടോം ചാക്കോയെ ഇവിടെ വിളിച്ചു വരുത്തി. ഞങ്ങൾ ഷൈൻ ടോം ചാക്കോയായിട്ട് സംസാരിച്ചു. അത് അദ്ദേഹത്തിൻ്റെ സംഘടനയായ അമ്മയെ അറിയിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ആ സംഘടനാ മര്യാദ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾ കൃത്യമായിട്ട് അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം വളരെ പ്രൊഫഷണലായിട്ടുള്ള അസിസ്റ്റൻസ് തേടേണ്ടതുണ്ട്. അദ്ദേഹത്തിന് ഈ ശീലത്തിൽ നിന്ന് വെളിയിൽ വരാൻ അദ്ദേഹം അത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങളോടും സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ശീലത്തിൽ നിന്ന് വെളിയിൽ വരണമെങ്കിൽ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഒരു പ്രൊഫഷണൽ അസിസ്റ്റൻസ് ആവശ്യമുണ്ട്. അതിൽ അദ്ദേഹം തിരുത്തണം. അദ്ദേഹത്തിന് ഇത് കൊടുക്കുന്ന അവസാനത്തെ അവസരമാണ്. ഒരു തരത്തിലും ഇനി ഇത്തരത്തിലുള്ള പെരുമാറ്റവുമായിട്ട് മുമ്പോട്ട് പോകുന്ന ആളുകളുമായിട്ട് സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അത് ഞങ്ങളുടെ അംഗങ്ങളാവട്ടെ, ആരുമാവട്ടെ.